നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് കാനനപാതയിൽ കല്ലും മുള്ളും നിറഞ്ഞ വന്യമൃഗങ്ങളും നിറഞ്ഞ വഴികളിലൂടെ യാത്രക്കാരായ നിങ്ങളെ യഥാസ്ഥലത്തേക്ക് സുരക്ഷിതരായി എത്തിക്കുവാൻ വാൽപ്പാറ ചാലക്കുടി റൂട്ടിൽ ചീനിക്കാസ് ബസ് സർവീസ് ഇനിയില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തകർച്ചയിലെത്തിയ പ്രസ്ഥാനം പ്രിയദർശിനിയുടെ വരവോടെ പൂർണ്ണമായി തകർച്ചയിലായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തകർച്ചയിലെത്തിയ പ്രസ്ഥാനം. ആരോടും പരിഭവങ്ങളില്ല, പരാതികളില്ല. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ യാത്രക്കാരോട് നന്ദി മാത്രം. കഴിഞ്ഞ സർക്കാർ ഇരിക്കുന്ന സമയത്ത് തകർച്ചയിലെത്തിയ ഒരു ബസ്സായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നിങ്ങൾ ഇത്രയും നാൾ ഓടിയതെന്നൊരു ചോദ്യം ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനേക്കാൾ പ്രസക്തി നിങ്ങളുടെ ഈ സർവീസ് നിർത്തേണ്ടി വന്ന കാര്യങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴാണ്. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോഴും മെഴുകിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇരുന്നപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അരിയും ആഹാര സാധനങ്ങളും ഒക്കെ വാങ്ങാൻ സാധിക്കുമായിരുന്നു. ഇന്ന് അത് വാങ്ങാൻ സാധിക്കാതെ ബസ്സെല്ലാം പൂട്ടിയിട്ടിട്ട് അല്ലെ ബസ്സെല്ലാം മാറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക്, ഇതും കൂലിപ്പണി തന്നെയാണ്, നിങ്ങൾക്ക് വേറെ പണികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എത്തിയില്ലേ? ഉപജീവന മാർഗം നിർത്തലായില്ലേ, അല്ല നിന്നില്ലേ? അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എങ്ങനെ ചെയ്യണമെന്നും ആർക്ക് ചെയ്യണമെന്നും എവിടെ ചെയ്യണമെന്നും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഈ ഒരു ബസ്സിൻ്റെ ഈ ഒരു സർവീസ് നിർത്തലാക്കുന്നതിനെപ്പറ്റി ഞാൻ മാതൃഭൂമി ന്യൂസിൽ കണ്ടൊരു വാർത്തയുണ്ട്, നിങ്ങളൊന്ന് കാണിച്ചു തരാം. പാലും പഴവും പച്ചക്കറിയും പത്രവുമെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ എത്തിച്ചു നിൽക്കുന്ന ഒരു ബസ് സർവീസ്. യാത്രക്കാരുടെ ഉപാധികളില്ലാത്ത സ്നേഹം പിടിച്ചുപറ്റിയ സ്നേഹക്കടയായിരുന്നു കേരള തമിഴ്നാട് സംസ്ഥാനാന്തര സർവീസായ ചീനിക്കാസ്. എബിഡി ട്രാവൽസ് ലിമിറ്റഡ് ആണ് 1964 ഈ റൂട്ടിൽ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. ലാഭകരമല്ലാഞ്ഞിട്ടും പിന്നീടെത്തിയവരും ഈ സർവീസ് നിലനിർത്തി. കോവിഡ് കാലത്താണ് തോട്ടത്തിൽ ട്രാൻസ്പോർട്ടിൽ നിന്ന് ചീനിക്കാസ് ഈ റൂട്ട് ഏറ്റെടുക്കുന്നത്. എന്നാൽ ഈ റൂട്ടിൽ KSRTC പ്രിയദർശിനി ബസ് സർവീസ് നടത്തുന്നതിനാൽ ഇപ്പോൾ കൂടുതൽ സ്ത്രീ യാത്രക്കാരും അവരുടെ കൂടെയുള്ള പുരുഷ യാത്രക്കാരും സ്വകാര്യ ബസ് യാത്ര വേണ്ടെന്ന് വെച്ചു. നഷ്ടം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയപ്പോൾ സർവീസ് നിർത്താൻ തീരുമാനിക്കുകയാണ് ഉടമകൾ. പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയില് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായി തിരിക്കുന്ന ബസ് ആളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തി തോട്ടം തൊഴിലാളികൾക്കുള്ള പത്രവും പച്ചക്കറി കെട്ടുകളും എല്ലാം എത്തിച്ചു നൽകിയിരുന്നു. അതെല്ലാം ഇനി എങ്ങനെ നടക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പിണറായി വിജയന് ചിരിക്കാൻ അറിയില്ലായിരുന്നു, പക്ഷെ ചിരിപ്പിക്കാൻ അറിയാമായിരുന്നു അല്ലേ? ചിരിക്കാൻ മറന്നുപോയ, ചിരി എന്താണെന്ന് പോലും അറിയാത്ത, ജീവിത സാഹചര്യങ്ങളെല്ലാം വഴിമുട്ടിയിട്ടുള്ള, ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ പടുത്തുയർത്താൻ സാധിക്കാതെ തോറ്റുപോയിട്ടുള്ള ആളുകളുടെയൊക്കെ മനസ്സിലും അവരുടെയൊക്കെ മുഖത്തും ഒരു പുഞ്ചിരി വിടർത്താൻ സാധിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കരയിപ്പിക്കാനായിട്ടാണ് ഇന്ന് ഇവർ അധികാരത്തിൽ വന്നതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ ഒരു പ്രശ്നം ഇവർ നോക്കി നടത്തുന്ന ബസ് സർവീസ് നടത്തുന്ന ആളുകൾക്കും ഉണ്ടായി. അവർക്കുണ്ടായ ഒരു വിഷയം എന്താണ്? ആ ഒരു സാധനം ഞാൻ നിങ്ങളെന്തായാലും കാണിച്ചു തരാം. അത് മെഴുകേണ്ടി വന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ടി വന്ന ആ സതീശനാദിയുടെ അല്ലെങ്കിൽ സ്മൃതീശനാദിയുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണല്ലേ? കണ്ടുപോകാം. KSRTC ബദൽ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങി. നേരത്തെ 2 ഘട്ടമായിട്ടാണ് ശമ്പളം നൽകിയിരുന്നത്. മാസത്തിൽ 15 വരെ ആദ്യ ഗഡുവും ശേഷം അടുത്ത ഗഡുവുമാണ് നൽകിയിരുന്നത്. ഇത് സ്വകാര്യ ബസ് ജീവനക്കാരെ മാത്രമല്ല, KSRTC ബസ്സിലെ ജീവനക്കാരെയും സാരമായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. താൽക്കാലിക കരാറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സാരമായിട്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന, ഇവർക്ക് വേണ്ടിയിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ള രാഷ്ട്രീയവുമായിട്ടാണ് ഇന്നത്തെ ഭരണപക്ഷം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചതിൽ അന്ന് പൊട്ടിച്ച പടക്കത്തിന്റെ ബാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ഞങ്ങൾ ഇവിടെ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളെ കളിയാക്കുന്നൊന്നുമല്ല, നിങ്ങൾ ശരിക്കും അനുഭവിച്ചത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വയമേ മലയാളികൾ കുഴിച്ചൊരു കുഴിയിൽ അവർ തന്നെ ചെന്ന് വീണു കൊടുത്തിരിക്കുകയാണ്. അല്ല, കേരളത്തിലെ ജനങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ തന്നെ ചെന്ന് വീണു കൊടുത്തിരിക്കുകയാണ്. വോട്ട് ചെയ്തിട്ടുള്ള ഞാനടക്കമുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത്. വികസന മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മാറ്റിക്കുത്തിയ വോട്ട്, അതെല്ലാം നമ്മുടെ തന്നെ നേരെ നിൽക്കുന്ന ഒരു അമ്പ് പോലെ നമ്മുടെ ഇങ്ങനെ കൺമുൻപിൽ വന്ന് നിൽക്കുകയാണ്. നമുക്കെതിരെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഇങ്ങനെ തിരിഞ്ഞ് നമ്മുടെ നേരെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അല്ലെ, നമ്മളെല്ലാം മാറ്റിയിരിക്കുകയാണ്. പിണറായി വിജയന് ചിരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ചത്. കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരിക്കുമ്പോഴും എന്തൊക്കെ എവിടെയൊക്കെ വേണമെന്ന് നോക്കി അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തന്നിരുന്ന നല്ലൊരു സർക്കാരായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമല്ല. പലരും അത് പറഞ്ഞു തുടങ്ങി. പല ആളുകളും എടുത്തു പറയുന്നത് പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു എന്നാണ്. അപ്പം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ അയാളുടെ ഈ ഹുങ്കൊക്കെ അങ്ങ് മാറി എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ഈ കർക്കശ സ്വഭാവമൊക്കെ മാറി എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
ഞാൻ പറയൂ, നിങ്ങൾ വെടിവിട്ട് നിർത്തുന്ന കാര്യം. നിങ്ങൾ വടിയും കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും. മാധ്യമങ്ങളോട് വീണ്ടും ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. അവരെ പുറത്തിറക്കി കഥ കടക്കി എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലെന്നേ. കടക്ക് പുറത്തിറക്കി കഥ കടക്കി, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് ഈ മാധ്യമ പാപ്പരാസികൾ, വലതുപക്ഷ മാധ്യമങ്ങൾ പിണറായി വിജയനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? 81 വയസ്സുള്ളൊരു പ്രായം ചെന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ, നമുക്കെല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവായിട്ട് മുൻപിരുന്ന ഇന്നത്തെ ഭരണപക്ഷമായിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനൊക്കെ ചെയ്യുന്ന നെറികെട്ട രാഷ്ട്രീയം അല്ലെ വൃത്തികേടുകൾക്കെതിരെ സംസാരിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ അവരുടെ പുറകെ നടക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഒരിടത്തും കാണുന്നില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മതി ഇന്നത്തെ മതി, ഞാൻ എഴുന്നേറ്റ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നൊരു വി ഡി സതീശൻ, ഒരു മുഖ്യമന്ത്രി, അത് മാത്രമാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതൊന്നും മാധ്യമങ്ങൾക്കൊരു പ്രശ്നവുമല്ലെന്നേ. നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പല ആളുകൾക്കും ഇതൊരു പ്രശ്നവുമല്ല. അന്തിച്ചർച്ചകളില്ല, ഒരു കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നില്ല. അവിടെയും പിണറായി വിജയനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്ന രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ക്യാമ്പയിനും എന്തുമാത്രം PR വർക്കുകളും ഒക്കെയാണല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു PR ടീം ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ തോറ്റുപോകാനായിട്ട് പ്രധാന കാരണമായതെന്ന് ഞാൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല. കാരണം സത്യം അത് തന്നെയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു PR ടീമില്ല. ഇടതുപക്ഷം ചെയ്തിട്ടുള്ള നല്ല വികസനങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരാളില്ല. എന്നാൽ വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് പണ്ടും ഇപ്പോഴും നല്ല രീതിയിൽ PR ടീംസ് പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്നും ചെയ്യാതെയും എന്തെങ്കിലുമൊക്കെ ചെയ്ത രീതിയിൽ അവരിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചിരിക്കുന്ന ആളുകളെ മാത്രം മതി. ആ ഒരു ചിരി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ആ ഒരു ചിരി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ട് ഇന്ന് സ്വന്തം ഉപജീവന മാർഗം തന്നെ വഴിമുട്ടിപ്പോയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘടനയായിട്ട് സ്വകാര്യ ബസ് സർവീസിനെ നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ വന്നത് പിണറായി വിജയനെ തോൽപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയൊരു തിരിച്ചടിയാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വയമേ പടക്കം പൊട്ടിച്ച ആളുകളല്ലേ. ഇനിയും നിങ്ങളുടെ ഇരിക്കുന്ന സ്റ്റോക്ക് എടുത്ത് പൊട്ടിക്കൂ. KB ഗണേഷ് കുമാർ ഇരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്നൊരു മനുഷ്യനാണ്, ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. എന്നാൽ അയാളെ വരെയും കരിവാരി തേച്ചുകൊണ്ട് അയാൾ ചെയ്യുന്നതും വൃത്തികേടാണ്, അയാളെയും കൊണ്ട് എന്ത് കഴിവുണ്ടെന്നൊക്കെ പല ആളുകളും പല രീതിയിൽ മെഴുകുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ടാണ് ഇവരെല്ലാവരും അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ടും പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ ആ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിക്കെതിരെയും വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. ഈ ക്യാമ്പയിൻ കൊണ്ടൊന്നും ഇവരൊന്നും തകർന്നു പോകുന്ന നിങ്ങളാരും വിചാരിക്കേണ്ട. അങ്ങനെ തകർന്നു പോകുന്നൊരു കൂട്ടരുമല്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സഖാവ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്, നിങ്ങൾ കോലും കുത്തിപ്പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളോട് പറയും. ജയിച്ചപ്പോൾ ഉണ്ടായിരുന്ന, അല്ലെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്തുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ ഒരു കോപം, അങ്ങനെ ഒരു കർക്കശ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ടെന്നേ. ആ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയുന്നത്? അയാൾ എന്താണോ, ആ ഒരു മനുഷ്യൻ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്താണോ ആ രീതിയിൽ തന്നെ അയാൾ നിലകൊണ്ടിട്ടുള്ളൂ. അന്നും ഇന്നും എന്നും തോറ്റാലും ജയിച്ചാലും അയാൾ ആ ഒരു സ്വഭാവം വിട്ട് വേറെ പരിപാടിക്ക് പോവില്ല. സ്വന്തം അച്ഛനെ എപ്പോഴും മാറ്റി പറയുന്ന സ്വഭാവക്കാരനല്ല എന്ന് സാരം. അതുകൊണ്ട് തന്നെയും ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കഴുത്തിറക്കുന്ന ഒരാളെയും ചിരിക്കാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരാളെയും എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണ് അവർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എല്ലാം നോക്കിയും കണ്ട് ചെയ്തിരുന്ന ഒരാളിനെയാണ് നിങ്ങളിങ്ങനെ കരിവാരി തേക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം. ഇതിനെ എന്ത് നമ്മൾ പറയുക, ഇങ്ങനത്തെ നെറികെട്ട പരിപാടികൾ ഇവന്മാർ കാണിക്കുന്നതിനെ. എന്തായാലും എല്ലാവരും അനുഭവിച്ചോ. സ്വകാര്യ ബസ്സും KSRTCയിലെ ജീവനക്കാരും എല്ലാവരും അനുഭവിക്കുകയാണ്. നമ്മളിത് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പേടി മാത്രമേ ഉള്ളൂ. കഷ്ടം.